ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മിൽക്കാസ് ദം കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് കടകളിൽ നിന്നും ബേക്കറിയിൽ നിന്നും കിട്ടുന്ന ഒരു അടിപൊളി ഡോണറ്റാണ് നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ആദ്യമേ തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ബൗളാണ്. ആ ബൗളിലേക്ക് നമുക്ക് ഒരു 3/4 കപ്പ് ഇളം ചൂടുള്ള പാല് തന്നെ ഒഴിക്കണം കേട്ടോ. അതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്നത് ഈസ്റ്റാണ്, ഡ്രൈഡ് ഈസ്റ്റാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ ഡ്രൈഡ് ഈസ്റ്റ്. എന്നിട്ട് 1 മിനിറ്റോളം നമുക്ക് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം. അത് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ടിത് പൊന്തി വന്നിട്ടുണ്ടാവും. ഇനി അതിലേക്ക് നമുക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കണം. 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമുക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കരുത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് നന്നായിട്ട് കുഴച്ച് എടുത്തിട്ട് വരാം. നമ്മളിതുപോലെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് നല്ലൊരു പ്രതലത്തിലിട്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കുഴച്ചെടുക്കണം. നമ്മൾ കുഴച്ചെടുക്കുന്ന രീതിയിലായിരിക്കും നമ്മളുടെ ഡോണറ്റിന് ടേസ്റ്റും അതുപോലെ നന്നായിട്ടിത് പൊങ്ങി വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ആ പാത്രത്തിൽ തന്നെ നമുക്ക് എടുത്ത് വെച്ചിട്ട് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും നിങ്ങൾ എടുത്തിട്ട് അതുപോലെ ഒന്ന് തൂക്കി കൊടുക്കുക. മൊത്തത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു കവർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് കൊണ്ടോ നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇതുപോലെ ഞാൻ എടുത്തിരിക്കുന്ന ഈ പേപ്പർ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇത് 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് എടുക്കാവുന്നതാണ്. അപ്പോഴേക്കും നന്നായിട്ട് ഡബിളായിട്ട് പൊന്തി വരും. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ചോക്ലേറ്റ് ആണ് കേട്ടോ. ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്, ഡബിളായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടിരിപ്പുണ്ട്. ഇനി നമ്മൾ ആ കവർ മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. അധികം വലിയ ഇതായിട്ട് കുഴച്ചെടുക്കണം, ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം. ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊന്തി വരുന്നതായിരിക്കും. ഇനി ഞാൻ സാധാ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ട്രേ ആണ്. ഇനി അതിലേക്ക് പൊടിയൊന്ന് തൂക്കി കൊടുക്കാം. ഇനി നമ്മൾ ആ മാവിൽ നിന്ന് കുറച്ച് ചെറിയ ഉരുളകളാക്കി നമുക്ക് ആ ട്രേയിൽ വെച്ച് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വലിപ്പമൊക്കെ കൂട്ടാട്ടോ. ഞാൻ ചെറിയൊരു ഡോണറ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. മൊത്തത്തിൽ വലിയ ഡോണറ്റൊന്നും എൻ്റെ മോനൊന്നും കഴിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് അവന് പറ്റിയ തരത്തിലുള്ള ഒരു ചെറിയ ഡോണറ്റാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. എടുത്തു വന്നപ്പോൾ ഒരു 10-12 എണ്ണം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. 12 ഡോണറ്റ് ഉണ്ടാക്കാനുള്ള മാവുണ്ട്. ഇനി സ്റ്റൗ കത്തിച്ച് നമുക്ക് പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെ ഹോൾ ഇടണം. ഓരോന്നിനും ഓരോ മാവിൻ്റെ ബോളിൻ്റെ ഉള്ളിലും ഹോൾ ഇടണം. അപ്പോൾ അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കുപ്പിയുടെ അടപ്പനാണ് കേട്ടോ. അത് നിങ്ങളുടെ വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഹോളിട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഹോളിട്ട് എടുത്തിട്ട് വരാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോണറ്റ് ഉണ്ടാക്കുന്നതിന് ഒരു പാടുമില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മൾ കുറച്ച് മാവ് എടുത്തിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു 3-4 എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുത്താൽ അത്രയും നല്ലതാണ്. വളരെ എളുപ്പത്തിൽ പറ്റാവുന്നൊരു സാധനം. അതുമാത്രമല്ല, നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയായിരിക്കും. നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാ ഡോണറ്റിലും നമ്മൾ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ ഡോണറ്റാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓരോ ഡോണറ്റും ഇട്ട് കൊടുക്കാം. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും നിങ്ങൾ കുക്ക് ചെയ്തെടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മൊരിഞ്ഞു പോകാനും ഉള്ളു വേകാണ്ടിരിക്കാനും സാധ്യതയുണ്ട്.
അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിലിടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ കണ്ടില്ലേ, നല്ല ഗോൾഡൻ കളറിലും ഉള്ളിൽ നന്നായിട്ട് വെന്തും നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം നന്നായിട്ട് ഓയിലിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഗോൾഡൻ കളറും ഉള്ളിൽ നന്നായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചോക്ലേറ്റ് എടുത്തായിരുന്നല്ലോ, അത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമ്മൾ നല്ലോണം ഉരുക്കിയെടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിൽ ചോക്ലേറ്റിൽ നന്നായിട്ട് മുക്കിയതിന് ശേഷം നമുക്ക് ഓരോന്നും മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് നന്നായിട്ട് മുക്കിയെടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഓരോന്നും അതുപോലെ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തൽക്കാലം ഒരു 5 എണ്ണം എടുത്തത് കാണിച്ചു തന്നെയാണ്. ഇനി അതിലേക്ക് നമുക്ക് പല കളറിലുള്ള സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കാം, പഞ്ചസാര തരികൾ ഇട്ട് കൊടുക്കാം. അതൊരു ഭംഗിക്ക് വേണ്ടിയാണ്. അല്ലെങ്കിലും ഇങ്ങനെ ഇതുപോലെ മുക്കിയെടുത്ത് ചെയ്താലും നല്ല ടേസ്റ്റാണ്. ഇതൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ ചെയ്തെന്നുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പഞ്ചസാര പൊടിച്ചിട്ട് ഇതതുപോലെ തന്നെ നമ്മൾ ചോക്ലേറ്റിൽ മുക്കണ പോലെ തന്നെ പഞ്ചസാര പൊടിയിലേക്ക് നമുക്കിതൊന്ന് അമർത്തിയെടുത്തിട്ട് അതിൻ്റെ മേലെ ചോക്ലേറ്റ് കനാഷ് ഒഴിച്ചു കൊടുത്താൽ അത് ഇതുപോലെ ഇരിക്കും. എന്ത് ടേസ്റ്റാണെന്നറിയോ, എൻ്റെ കുട്ടിക്ക്, എൻ്റെ മോനെ വളരെ ഇഷ്ടപ്പെട്ടു. ചെറുതായതുകൊണ്ട് തന്നെ അവൻ മുഴുവനും അത് തിന്ന് തീർത്തു, ബാക്കിയൊന്നും വെച്ചില്ല. ശരിക്കും കടകളിൽ തന്നെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളിതെന്തായാലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെയും ബൈ.